18-ാം അംഗത്തിന്റെ ലീഗ് ഘട്ട പോരാട്ടങ്ങൾക്ക് ഇന്ന് അവസാനം. ആദ്യ കിരീട സ്വപ്നം കാണുന്ന റോയൽ ചലഞ്ചേഴ്സ് ബംഗളൂരു ഇറങ്ങുന്നത് ക്വാളിഫയർ 1-ലേക്ക് കണ്ണും നട്ട്. ഗുജറാത്തിനെ തകർത്ത ലക്നൌവിന് സീസൺ ജയത്തോടെ അവസാനിപ്പിക്കാനുള്ള അവസരം. സ്വന്തം മണ്ണിൽ ഋഷഭ് പന്തും കൂട്ടുകാരും സീസണിലെ നാണക്കേട് മാറ്റണം. ആര് നേടും, ലക്നൌവോ RCB? IPL-ലെ ഈ സീസണിലെ ഏറ്റവും സ്ഥിരതയോടെ കളിച്ച ടീമാണ് റോയൽ ചലഞ്ചേഴ്സ് ബംഗളൂരു. മത്സരത്തിന്റെ എല്ലാ മേഖലകളിലും മികച്ച പ്രകടനം നടത്തിയ RCBക്ക് ആശങ്കയുണ്ടായിരുന്നത് ജോസ് ഹൈസൽവുഡിന്റെ പരിക്കിലായിരുന്നു. എന്നാൽ താരം ടീമിനൊപ്പം ചേർന്നതോടെ RCB കഴിഞ്ഞ മത്സരത്തിൽ നേരിട്ട ബോളിംഗ് വെല്ലുവിളിക്കും പരിഹാരമായി. ലക്നൌവിനെ നേരിടാൻ ഇറങ്ങുമ്പോൾ ജയത്തിൽ കുറഞ്ഞതൊന്നും കോഹ്ലിയുടെയും സംഘത്തിന്റെയും മുൻപിലില്ല. ഇനി ലക്നൌവിലേക്ക് വന്നാൽ രാഹുലിനെ ഒഴിവാക്കി റെക്കോർഡ് തുകയ്ക്ക് പന്തിനെ ടീമിലെത്തിച്ചിട്ടും കഴിഞ്ഞ സീസണിൽ നിന്ന് ഭേദപ്പെട്ട പ്രകടനം നടത്താൻ ടീമിന് ആയിട്ടില്ല. ടൂർണമെന്റിൽ സമ്പൂർണ്ണ പരാജയമായ പന്തിന് താൽക്കാലികമായെങ്കിലും പരിഹാസങ്ങളിൽ നിന്ന് രക്ഷപ്പെടാൻ ഇന്ന് ജയിച്ചേ മതിയാവും. അവസാന മത്സരത്തിൽ ശക്തരായ ഗുജറാത്തിനെ തകർത്തതുപോലെ RCBയെ തകർക്കുകയാണ് പന്തിന്റെയും സംഘത്തിന്റെയും ലക്ഷ്യം. ഇനി നേർക്കുനേർ പോരാട്ടത്തിന് കണക്കെടുത്താൽ RCBക്കാണ് നേരിയ മുൻതൂക്കം. ഇരു ടീമുകളും ഇതുവരെ 5 തവണ ഏറ്റുമുട്ടിയപ്പോൾ 3 തവണ RCBയും 2 തവണ ലക്നൌവും ജയിച്ചു. അവസാനം ഏറ്റുമുട്ടിയത് കഴിഞ്ഞ സീസണിലാണ്. അന്ന് 28 റൺസിന് ലക്നൌവിനൊപ്പമായിരുന്നു ജയം. വിജയിച്ചാൽ ഫൈനലിലേക്ക് യോഗ്യത നേടാൻ കഴിയും എന്നതിനോടൊപ്പം തന്നെ ഇനി പരാജയപ്പെട്ടാലും ഫൈനലിലേക്ക് എത്താനുള്ള ഒരവസരം കൂടി ലഭിക്കുമെന്നതാണ് ആദ്യ 2 സ്ഥാനങ്ങളിലേക്ക് എത്തുന്നവർക്കുള്ള പ്ലസ് പോയിന്റ്. എലിമിനേറ്ററിൽ വിജയിക്കുന്നവരെയാകും ക്വാളിഫയർ 1-ൽ പരാജയപ്പെടുന്നവർ നേരിടുക. ഇതിൽ വിജയിക്കുന്നവർ ക്വാളിഫയർ 1-ലെ വിജയികളെ ഫൈനലിൽ നേരിടും. യേസാല കപ്പ് നമ്മെ എന്ന RCB എല്ലാ വർഷവും പറയുമെങ്കിലും ഇക്കുറി അത് യാഥാർത്ഥ്യമാകുമെന്ന പ്രതീക്ഷയിലാണ് ആരാധകർ. ലക്നൌവിനെ മറികടന്ന ക്വാളിഫയർ 1-ലേക്ക് കടക്കുമോ RCB? അതോ എലിമിനേറ്ററിൽ ഭാഗ്യ പരീക്ഷണത്തിന് ഇറങ്ങേണ്ടി വരുമോ? കാത്തിരുന്ന് കാണാം ആവേശപ്പോരെ.